ബാബു കാറ് കഴുകാൻ പോയതിന്റെ പിന്നാലെ തന്നെ ഞാൻ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണ തിരക്കിലേന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഡ്രസ്സൊക്കെ ഔത്ത് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇമ്മയാണെങ്കിൽ ഇമ്മാനി നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇമ്മയാണെങ്കിൽ തേങ്ങ ചിക്കാൻ വേണ്ടി പോയതാണ്. നോമ്പൊക്കെയല്ലേ വരാൻ വേണ്ടി പോണത്. ഞങ്ങളാണെങ്കിൽ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, പുറത്തുനിന്നുള്ള വാങ്ങാറില്ല കേട്ടോ കുറെ ആയിട്ട്. അപ്പോൾ തന്നെ ബാബു എത്തിയിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ബാബുവിന് വൈകുന്നേരം ജിമ്മിന് പോകാനുണ്ടായിരുന്നു. ഇമ്മയാണെങ്കിൽ ചായ എടുക്കുന്ന തിരക്കിൽ ഡൈനിങ് ഹാളാണ് കേട്ടോ. ഞാനും ബാബുവിന്റെ കൂടെ 2 ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ അമ്മായിന്റെ മോളും അതേപോലെ തന്നെ പേരക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മമാനെ കാണാനായിട്ട്. അതിന്റെ ഇടയിൽ ബാബു ജിമ്മിനും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്റേതായ പണികളിൽ തിരക്കിലേന്നു കേട്ടോ. അറിയാലോ, ഡ്രസ്സ് മടക്കിക്കലും തട്ടലും കൊട്ടലും വിരിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് സമാധാനത്തിൽ ഇരുന്നപ്പോഴത്തേനും ഒരു പഴം കഴിക്കാന്ന് വിചാരിച്ച് പിന്നെ അങ്ങോട്ട് വെറുതെ റീൽസും തോണ്ടിയിരിക്കലെന്നെ കരട്ട പണി. ബാബു ആണെങ്കിൽ നേരം വൈകി വരുന്നോണ്ട് തന്നെ അപ്പോഴത്തേനൊക്കെ നമ്മൾ കിച്ചൺ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. കാരണം ഞങ്ങളെ റൂം പുറത്താണ്. ഇമ്മ ഉള്ളിക്കുള്ള വാതിൽ പൂട്ടിനെ പിന്നെ ഉള്ളിൽ കയറൽ കുറച്ച് പണിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ബത്തക്കൊക്കെ മുറിച്ച് റൂം കൊടുന്നേക്കാന്ന് വിചാരിച്ച്. ഇതാണ് ബാബുവിന്റെ രാത്രിക്കത്തെ ഫുഡ്. അത്യാവശ്യം നല്ല മധുരമുള്ള ബത്തക്ക ചെയ്യുന്നു കേട്ടോ. ഞാൻ ആദ്യം ഇത് പ്ലേറ്റോട് മൂടി കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചേ. പിന്നെ ആ ഒരു ഫ്രഷ്നെസ് പോകുന്നു വിചാരിച്ചങ്ങാണ്ട് ഈ ഒരു പേപ്പർ കൊണ്ട് തന്നെ അത് നന്നായിട്ട് കവർ ചെയ്ത് മറ്റേ മുട്ടാടുക്കല്ല് കൊണ്ടുപോകലോ ആ കോലത്തിലാക്കിയിട്ടായിരുന്നു ഞാൻ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് എൻ്റെ ബർത്ത്ഡേ